ഗൈസ് നമ്മുടെ ഹൈബ്രിഡ് ഒരു കിഡിലൻ അപ്ഡേഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ലിപ്പും കാര്യങ്ങളാണ് സെറ്റ് ചെയ്തേക്കണേ. അത് കഴിഞ്ഞ് നമ്മുടെ കയ്യിൽ നേരിട്ട് കിട്ടിയേക്കണ്ട. അപ്പോൾ തൊട്ടപ്പുറത്ത് നമ്മുടെ ഖുറേഷിയുടെ ഭവാനി കിടപ്പുണ്ട്. ആ വണ്ടി മാരക ലുക്കായിട്ടുണ്ട്. പിന്നെ ഖുറേഷി അപേക്ഷിച്ച് ഹൈബ്രിഡിന് ചെറിയ രീതി ഹൈറ്റ് കുറവാണ്. അതാണ് വണ്ടിയിൽ എളുപ്പമായിട്ട് നിൽക്കണേ. അതിനിപ്പോൾ 2 ദിവസത്തിനുള്ളിൽ പോകും. കാരണം വെച്ചാൽ ലീഫും കാര്യങ്ങളും അടിച്ചു കഴിഞ്ഞാൽ അത് മാറുന്നത്. നമ്മുടെ സ്കേർട്ടും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ റബ്ബർ ബീഡിങ്ങും കാര്യങ്ങളും വണ്ടിയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് കേട്ടോ ബാക്ക് വശവും കാര്യങ്ങളും വരുന്നത്. നമ്മുടെ കൊമ്പൻ്റെയൊക്കെ ബാക്ക് പോലെയാണ്. ഇതാണ് ഈ ബാക്കിൽ എടുപ്പ് ഈ സാധനം, കറുപ്പ സാധനം. അതേപോലെ തന്നെ ഭവാനിയും ചെയ്തിട്ടുണ്ട്. ഭവാനി ഒരാഴ്ചക്ക് പിന്നെ ചെയ്ത് വെച്ചേക്കാണ് ലിപ്പും കാര്യങ്ങളും. അപ്പോൾ തൊട്ടപ്പുറത്ത് നമ്മുടെ ഖുറേഷിയുടെ തന്നെ ട്രാവലർ കിടപ്പുണ്ട്. അപ്പോൾ ഇനി വണ്ടിയിൽ ചെയ്യാനുള്ള ടോപ്പ് ലൈറ്റ് അതും കൂടെ ആയിക്കഴിഞ്ഞാൽ വണ്ടി വേറെ ലുക്കിലാവും കേട്ടോ. അപ്പോൾ ഇതേ 3 വണ്ടിയും കൂടി ഒരുമിച്ചുള്ള ഇത് നമ്മൾ ഫോട്ടോസും കാര്യങ്ങളെല്ലാം എടുത്ത് നമ്മുടെ ഇൻസ്റ്റയിലെ പേജിലും കാര്യങ്ങളും ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഇവിടെ വരാനുള്ള നമ്മുടെ അക്ഷയ് ചേട്ടൻ്റെ നന്ദിയേശൻ, അതൊരു മാരക മുതലായിട്ടായിരിക്കും അവർ ഇറക്കണത്. അത് നമുക്ക് ഉറപ്പാണ്. കഴിഞ്ഞ പ്രാവശ്യം ഇറക്കിയപ്പോൾ കിഡിലൻ ലുക്കിലായിട്ട് ഇറക്കി. അപ്പോൾ സ്റ്റേ ട്യൂൺ ഫോർ നന്ദിയേശൻ്റെ വണ്ടി. അപ്പോൾ ഇതാണ് കേട്ടോ വണ്ടിയുടെ ഫൈനൽ ലുക്കും കാര്യങ്ങളും. ഇനി അപ്ഡേഷൻസ് ഹൈബ്രിഡിൽ കയറും. പതിയെ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയും കാണിച്ച സ്ഥിതിക്ക് നമുക്ക് നൈറ്റ് വ്യൂവും കൂടെ കാണിച്ചില്ലെങ്കിൽ ഒരു മോശമല്ലേ. അപ്പോൾ ഇതാണ് കേട്ടോ വണ്ടിയുടെ നൈറ്റിലുള്ള വ്യൂവും കാര്യങ്ങളും. മാരക ലുക്കായിട്ടുണ്ട്. അപ്പോൾ ഹൈബ്രിഡ് എല്ലാവർക്കും ഓട്ടം കിട്ടട്ടെ എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോൾ പറയാനുള്ള. എല്ലാവർക്കും ഓട്ടം കിട്ടിയാൽ ഇതേപോലത്തെ അപ്ഡേഷനും കാര്യങ്ങളും നമുക്ക് ചെയ്യാനുള്ള ഇത് പറ്റുള്ളൂ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.